ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരെയും വർത്താനോ. അപ്പോൾ ഒന്ന് ഒരു ലോങ് വീഡിയോ ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ കോഴിയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതിലാണ്, മോന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ വാങ്ങിയതാ, മസാലയൊക്കെ തേച്ച് വെച്ച്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഉള്ളി എടുത്തിട്ടുള്ളൂ, കുറച്ച് പച്ചമുളകും വേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി. പിന്നെ ഉള്ളി അടുപ്പത്ത് വെച്ചാണ് ഉപ്പ് ഇട്ടിട്ട്, ഞാൻ തീരെ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചെമ്പിൽ ഉപ്പ് ഇട്ട് അതങ്ങനെ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റോളം അതിങ്ങനെ കിടന്ന് വേന്ത്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയും ചെയ്യാൻ എൻ്റെ ഇടയ്ക്ക് ചെറുതാക്കി വെച്ചിട്ട് എൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കന് മസാല വെച്ച് ചിക്കൻ പൊരിച്ച് ഉള്ളി ഒന്ന് ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ഉപ്പിട്ട് ലോ ഫ്ലെയിമിലാക്കി ഇങ്ങനെ വെച്ചതാണേ. പിന്നെ ഓയിലൊന്നും തീരെ അന്ന് ഒഴിക്കേണ്ട. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അപ്പോഴത്തേക്ക് ഉള്ളി ഏകദേശം ഒരു വേവുണ്ട് ഉള്ളിക്ക്. അതങ്ങ് റെഡിയായി കഴിഞ്ഞാൽ, വെള്ളം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കൻ ഇട്ടാൽ പെട്ടെന്ന് അത് തന്നെ ഉണങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തീരെ ഓയിലൊന്നും ഒഴിക്കാണ്ട് ആദ്യം തന്നെ വെറും ഉപ്പ് ഇട്ട് ഇങ്ങനെ ചെമ്പിൽ മൂടി വെക്കുക. പിന്നെ അത് എടുത്തിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അതിലേക്കുള്ള പച്ചമുളക് ഇടിച്ചപ്പോൾ അതൊക്കെ പിന്നീട് പിന്നെ മസാലകളൊക്കെ ഇട്ട് ഏകദേശം നല്ലോണം ഉണങ്ങി വന്നപ്പോൾ ഉള്ളി അതിലേക്ക് മഞ്ഞൾപ്പൊടി, ലേശം ഗരം മസാലപ്പൊടി ഇട്ട് കുരുമുളകിൻ്റെ പൊടി ഇട്ട് പിന്നെ പൊരിച്ച കോഴിൻ്റെ ഇത്തിരി വലിപ്പമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഉള്ളിയൊന്നും നല്ലോണം ഉണങ്ങി അതിൻ്റെ ശേഷം അപ്പോൾ തന്നെ ഞാൻ ചിക്കൻ പൊടിച്ച് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. ഒരു 3 ഉള്ളി എടുത്തിട്ടുള്ളൂ. പിന്നെ ചിക്കൻ പൊടിച്ച് റെഡിയാക്കി. ഇനി അത് ഉള്ളിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. ഇനിയാണ് നമുക്ക് ടാസ്ക് പണിയുള്ളത്. കുറേ സമയം അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴേതാണ് ഇത് പക്ഷേങ്കിൽ വേഗമാവും. എന്താ കാരണം വെച്ചാൽ ഞാൻ ഉള്ളി കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഉള്ളി എടുത്ത കാരണം പെട്ടെന്ന് തന്നെ അതാണ് ഉണങ്ങി കിട്ടും. നമ്മൾ പിന്നെ അങ്ങനെ കൊടുത്തേക്കുന്നത് കൊണ്ട് അങ്ങനെ ആക്കിയ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി. പിന്നെ നമുക്ക് സമയവും രാത്രിയൊക്കെ അല്ലേ, ഇന്ന് രാത്രി പിന്നെ ഇന്നലെ ഉള്ളി ഇന്നലെ മുറിച്ച് വെച്ചതാണ്. ബാക്കിയൊക്കെ പിന്നെ ഇന്നാണ് വീഡിയോ ബാക്കി ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്യാൻ എടുക്കുക. ചായൻ്റെ പണിയൊക്കെ അതും ചെയ്തിട്ടുണ്ട്. ഇട്ടും ചെറുപയറിന് കറിയും രാവിലെ ആക്കി. അതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങിയത്. ഉള്ളിയൊക്കെ ഒന്ന് ഉണക്കി വെച്ച് ചിക്കൻ പൊടിച്ചും വെച്ചിരുന്നു. അത് ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ ഇന്ന് തുടങ്ങിയതാണ്. പിന്നെ അതിന് വേണ്ടി മൈദപ്പൊടി എടുത്ത് വെച്ച് ഞാനൊരു 500 മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ ലേശം കോൺഫ്ലവറിൻ്റെ പൊടി കൂട്ടി കുറച്ച്. പിന്നെ ചിക്കൻ ഏകദേശം ബാറ്റർ നമ്മളത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നല്ലോണം മസാല ഉണങ്ങണം, അപ്പോഴേ നമ്മൾ ക്രിസ്പിനെസ് ഇങ്ങനെ കുറച്ച് നിൽക്കുള്ളൂ. ഇതിൻ്റെ മസാല നല്ലോണം ഉണങ്ങി വന്നിട്ടില്ലെങ്കിൽ പൊരിച്ചാൽ പെട്ടെന്ന് തണുത്ത് പോകും. കുട്ടികൾ പറയും നല്ലോണം ക്രിസ്പി ആയിട്ട് നിൽക്കണേ. അപ്പോൾ ആ ഒരു കണക്കിലെടുത്തിട്ടാണ് നമ്മൾ പിന്നെ നല്ലോണം ഇതാക്കുന്നത്. നന്നായിട്ട് ഒരു ഗോൾഡൻ രൂപത്തിലായി വരണം. അപ്പോൾ പിന്നെ പൊരിച്ചാൽ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. 2-3 ദിവസം അങ്ങനെ തന്നെ ഉണ്ടാവും. കുറേ ദിവസം കിട്ടും, 1 മാസമൊക്കെ വെക്കാം. പക്ഷേ ഒരു ക്രിസ്പിനെസ് തീരെ പോവാതെ നിൽക്കും. അതാണ് നന്നായിട്ട്. പിന്നെ അതിന് വേണ്ടി മൈദപ്പൊടി ഇതൊക്കെ വെച്ച് അങ്ങനെ 500 മൈദ എടുത്തത്. പൊടി കുഴക്കുമ്പോൾ ഞാൻ കുറച്ച് പറഞ്ഞില്ലേ കോൺഫ്ലവറിൻ്റെ പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടേ. നന്നായിട്ട് കുഴച്ച് വെച്ചതാണ്. അതിന് വേണ്ടി കുറച്ച് അരിപ്പൊടി വേണം പരുത്തുപെടാൻ വേണ്ടിയിട്ട്. അത് ധരിച്ച് വെച്ചതാണ്. നമ്മളിങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നല്ലോണം നോക്കി കഴിഞ്ഞാൽ കുറേ ദിവസത്തോളം ഇങ്ങനെ ക്രിസ്പിനെസ് നിൽക്കും. ഞാൻ പരത്തി പിന്നെ ഒരു മൂടി ചെറിയൊരു അടപ്പെടുത്തിട്ടാണ് ഇതിൽ കണക്കിൽ മുറിച്ചതാണ്. പക്ഷെ വട്ടത്തിലാണ് പിന്നെ മുറിച്ചത്. സാധാരണ കോഴിയുടെ അത്ര വലിപ്പം ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് തന്നെ അല്ലേ വിചാരിച്ചിട്ട് ഞാനത് കുറച്ച് വലിപ്പത്തിലാക്കിയതാണ്. ഞാൻ ഈ കൊറോണ സമയത്തൊക്കെ അങ്ങനെ പലഹാരം ഉണ്ടാക്കി പഠിച്ചു. അപ്പോൾ പിന്നെ ഓർഡർ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സമയമില്ലല്ലോ. ഈ ഒരു മുടിയുണ്ട് ഞാൻ മുറിച്ച്. പിന്നെ അതാ ഈ ഒരു ഷേപ്പിലേക്ക് മുറുക്കി വെച്ച് പിന്നെ കുറച്ച് പരത്തി നിറച്ചതിന് ശേഷം പിന്നെ അങ്ങ് പൊരിക്കാൻ നിന്നു. അധികം അപ്പോൾ കുറച്ച് പരത്തി പൊരിക്കുക അങ്ങനെ ഒരു ഇതിലാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഇങ്ങനെ നിറച്ച് വെച്ചാൽ പൊട്ടിപ്പോവും. പിന്നെ നമുക്ക് പൊരിച്ചാൽ നല്ലതിൽ കിട്ടൂല. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ കുറേ ദിവസം വരെ ഇതിങ്ങനെ ക്രിസ്പിന് കിട്ടും. ക്രിസ്പായിട്ട് എന്തായാലും 2-3 ആഴ്ച കിട്ടും. പറഞ്ഞത് 2-3 ദിവസമല്ല, 2-3 ആഴ്ച തന്നെ നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടും. പിന്നെ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. കുട്ടികളൊക്കെ എടുത്തെടുത്ത് വേഗം തിന്ന് തീരുമല്ലോ.
അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇതിൽ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നല്ലോണം. പൊരിക്കുമ്പോഴൊക്കെ തന്നെ എണ്ണ പിടിക്കുക അങ്ങനെയൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ നല്ലതിൽ കിട്ടും. കുറച്ചൊരു ഇതാണ്, ക്ഷമയോടെ കൈകാര്യം ചെയ്യണം. ചുവപ്പൊക്കെ ആക്കിയാൽ നന്നായിട്ട് ഇതായിപ്പോവും. കുറച്ചൊക്കെ ആദ്യം പഠിച്ച് വെച്ച് പലഹാരങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. പിന്നെ സമയമില്ലാത്തത് കാരണമാണ് ഇതിന് ഓർഡർ പ്രകാരമൊക്കെ ചെയ്ത് കൊടുക്കലുണ്ടേനു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. ഷോർട്സാണ് ഇടൽ. അപ്പോൾ ഇതാ ഇപ്പോൾ നല്ല മുരിഞ്ഞിട്ടുണ്ട്. നല്ല ഉറപ്പുണ്ടാവും. ഇങ്ങനെ ബോട്ടിലൊക്കെ ആക്കി വെച്ചാണ് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. ബോട്ടിലാക്കിയാൽ പിന്നെ എന്താ കുട്ടി ഓൾക്ക് എളുപ്പമാണല്ലോ പെട്ടിയിൽ വെക്കുമ്പോഴൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ബോട്ടിൽ ആക്കി കൊടുത്തത്. അപ്പോൾ ഇനിയുണ്ട്, ഞാൻ ശാന്തിയിൽ കൊള്ളുന്ന മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല ക്രിസ്പിനെസ് ഉണ്ട്. പൊരിച്ചിട്ട് പൊട്ടിച്ചിട്ട് പൊട്ടുന്നില്ല. നല്ല നല്ല ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ഇതിൽ കിട്ടും. കുറേ ദിവസം വരെ ഈ ക്രിസ്മസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.